എൻ്റെ മോൾക്കും ആ വലിയ സ്കൂളിൽ പഠിക്കണ്ടേ? അതിന് നീ മത്സരിച്ച് പഠിക്കണം. എന്നിട്ട് വേണം അച്ഛൻ ആ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് പോയി അഡ്മിഷൻ ചോദിക്കാൻ. കേട്ടോ? ഞാൻ ചെസ് കളി നന്നായി പഠിച്ചോളാം. നീ അതിന് സുബ്രു ഇല്ലേ? നീ നല്ല ഒന്നാം തരമായിട്ട് അങ്ങ് പഠിച്ചാൽ മതി. ആ ദേ നിന്റെ കൂട്ടുകാരെല്ലാം വന്നിട്ടുണ്ടല്ലോ. ഇവരുടെ കൂടെ പൊക്കോ കേട്ടോ. ഇവളെയും കൂടെ കൂട്ടിക്കോ. പറഞ്ഞതല്ലേ ആ സ്കൂളിൽ പോണ്ടാന്ന്. ഒരു രസമില്ലല്ലോ. ഇനിയിപ്പോ എന്താ കാട്ടുക? അതൊക്കെ സിമ്പിൾ അല്ലേ. എങ്ങനെ? ചേട്ടനെ ആ സ്കൂളുകാര് ചെസ്സിൽ ജയിച്ചിട്ടല്ലേ എടുത്തത്? അതെ. അപ്പോ ചേട്ടൻ ചെസ്സിൽ തോറ്റ അവര് തന്നെ ചേട്ടനെ പറഞ്ഞു. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഓ ഒടുക്കത്തെ ഐഡിയ. ആരാ പറഞ്ഞേ? എടി, ആദ്യമായിട്ട് എനിക്ക് കിട്ടിയൊരു അവസരാ. അത് നമ്മളായിട്ട് വെറുതെ കളയേണ്ട ആവശ്യമില്ല. അയ്യോ മറന്നുപോയി. 100 രൂപയ്ക്ക് എന്നെ എടുത്തോ. 1 2 ശരി കേട്ടോ. വാ. ആ ചെസ് കളിച്ച് ജയിച്ച ചെക്കനല്ലേ അത്? അതെ അതെ. അവനെന്നിങ്ങോട്ട് വിളിച്ചേ. സുബ്രോ, സുബ്രു, അബു, എന്താ പറ്റിയേ? പറ. വാടാ. വാടാ. പറഞ്ഞു ഞാൻ മടുത്തു. കുറ്റം മുഴുവൻ ടീച്ചർമാർക്കും. സുബ്രു സർ. സിറ്റിംഗ് അലോൺ. നിനക്ക് അവരുടെ കൂടെ പോയി കളിച്ചൂടെ? അവരെന്നെ കൂട്ടിയില്ല. ചെസ് കളിക്കുമ്പോൾ നീ ഇത്രയും നെർവസ് ആവാറില്ല. കാരണം നീ അത്രയും കോൺഫിഡൻ്റ് ആണ്. പുതിയൊരു ക്ലാസ് റൂമിൽ ഒരു പറ്റം കുട്ടികളുടെ ഇടയിൽ നിൽക്കാമെന്ന് വിചാരിക്കണ്ട. പകരം ചെസ് ബോർഡിന് മുന്നിൽ ചെസ് കളിക്കാമെന്ന് വിചാരിക്കും. You should realize one thing. You are the best chess player among the 1,000 students in this school. Not number 2, number 1. Thank you, sir. Be positive. LADE play. Solution. നീ ഇവളെയും കൂടെ അവിടെ പഠിപ്പിക്കാനുള്ള പരിപാടിയാ? ഇംഗ്ലീഷ് ഭാഷ. പൊട്ടൻഷ്യൽ. COTENTIAL. കമ്മിറ്റ്മെന്റ്. COMMITME.
റഷ്യൻ. RUSSIAN സ്ട്രക്ചർ. STRUCTURE. ഇനി നീ ചോദിക്കേ. ടീച്ചർ ഇതെന്താ ശക്ത മാർക്കറ്റിലുണ്ടാവില്ല ഇത്രയും വെച്ചാ ഒച്ച വെച്ചതല്ലേ ടീച്ചറെ? പിന്നെന്താ നാമം ജപിച്ചതാ? ടീച്ചറെ ഈ അമ്പിളിയില്ലേ ഏത് ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞാലും അതിന്റെ സ്പെല്ലിംഗ് പറയും. ആര്? അമ്പിളിയോ? ബെസ്റ്റ്. ഒന്നിങ്ങോട്ട് വാ. പാസ്. എന്താ സ്പെല്ലിങ്? PASS. അതിന്റെ അർത്ഥം എന്താ? ജയിക്കുക. ജയിക്കുക അല്ലേ? ഇതെത്രയാ മാർക്ക്? പറയൂ. 58. ജയിച്ചാ? കഷ്ടമാണല്ലോടി നിന്റെ കാര്യം. റാപ്പിഡ് ചെസ് ടൂർണമെന്റിന് നീയല്ലേ പോകുന്നത്? ഇപ്പോ നീയാണല്ലോ ഇവിടുത്തെ ഗ്രാൻഡ് മാസ്റ്റർ. എന്തായാലും ജയിക്കില്ലേ നീ അവിടെ? നിന്റെ വീട്ടിലേക്ക് വരണമെന്ന് ഡാഡി ജോണി അങ്കിളിനോട് പറയണ കേട്ടു. എന്തിനാന്നറിയാലോ? ഹലോ സുബ്രഹ്മണ്യൻ, എന്താ നിന്റെ ഗ്രാൻഡ് മാസ്റ്റർ പറഞ്ഞത്? കളി പഠിപ്പിച്ചു തരാന്നാണോ? ബാ പോവാ. ചേട്ടാ അതാരാ വരുന്നത്? എന്താ നിങ്ങൾ ഈ ഭാഗത്തോടെ? അതിന് ഞങ്ങൾ ചേട്ടന്റെ ഭാഗത്തേക്ക് വന്നിട്ടില്ലല്ലോ. ചേട്ടാ ഇത് പിടിക്ക്. ആ ആ ഈ. ആ ഓ ഡോക്ടർ, എഞ്ചിനീയർ, IAS, IPS, കേണൽ, ഇതൊക്കെ ഇവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ പേരുകൾക്കൊപ്പം കാണുന്ന ലെറ്റേഴ്സാണ്. ഇവനിപ്പോൾ പുതിയ ലെറ്റേഴ്സൊക്കെ കണ്ടുപിടിക്കേണ്ടി വരുമല്ലോ. സി മിസ്റ്റർ വനജൻ, ഈ സുബ്രഹ്മണ്യൻ ഇത്രയും കാലം താങ്കളുടെ മകൻ മാത്രമായിരുന്നു. ബട്ട് നൗ ഹീ ഈസ് എ സ്റ്റുഡന്റ് ഓഫ് ഇംപീരിയൽ ഇന്റർനാഷണൽ സ്കൂൾ. ഈ കടല എന്നൊക്കെ വിളിച്ചിട്ട് സ്ട്രീറ്റ് വഴി നടക്കുന്നതേ ഇവിടെ പഠിക്കുന്ന ഏതെങ്കിലും സ്റ്റുഡൻസിന്റെ പാരന്റ്സ് കണ്ട വി ആർ ആൻസറബിൾ ടു ദം. ഇതിപ്പോ ഞങ്ങളുടെ ഈ പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡിഗ്നിറ്റിയെയും റെപ്യൂട്ടേഷനെയും ബാധിക്കും. മാത്രമല്ല ചൈൽഡ് ലേബർ, ദാറ്റ്സ് അഗൈൻസ്റ്റ് ദ ലോ ആൻഡ് ഇറ്റ്സ് പണിഷബിൾ ടു. ഒരൊറ്റ കംപ്ലൈൻറ്റ് മതി, നിങ്ങളൊക്കെ അകത്താവും. സാറ് പറഞ്ഞൊക്കെ മനസ്സിലായി. പക്ഷെ എന്നെ സഹായിക്കാൻ ഇവനും മോളും മാത്രമേ ഉള്ളൂ. ലുക്ക് മിസ്റ്റർ, ദർ ആർ ടു ഓപ്ഷൻസ് ബിഫോർ യു. ഒന്നുകിൽ ഈ കുട്ടിയെ നിങ്ങൾ കച്ചവടത്തിന് കൊണ്ടുപോകാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് TC വാങ്ങിച്ചിട്ട് പോവാം. ഓക്കെ, വൺ മോർ തിങ്. നിങ്ങളുടെ ആ ഉന്തുവണ്ടിയില്ലേ, അതുമായിട്ട് ദയവേദി സ്കൂളിന്റെ ഗേറ്റിന് മുന്നിൽ വന്ന് നിൽക്കരുത്. അത് സുബ്രഹ്മണ്യത്തിന് മറ്റു കുട്ടികൾ മുമ്പിൽ നാണക്കേടുണ്ടാക്കും. എനിവേ യു ക്യാൻ ഗോ നൗ. എന്താ ചെയ്യാ, സുബ്രുവിന് ഇപ്പോൾ ഇവിടെ വരാൻ പറ്റാത്ത കഷ്ടായി. ഓരോ സ്കൂളിലെ നിയമങ്ങളെ. അതൊന്നും സാരമില്ല സക്കീറെ, അവന്റെ ഭാവി നോക്കണ്ടേ. ചേട്ടാ വാ. നീ കളിക്കലെങ്കിൽ പഠിക്കാണ്ട്. തീ പിടിച്ചത്. ഓ ചേട്ടാ വാ. നീ ഒന്ന് മാറി, എനിക്ക് നാളെ ക്ലാസ് ടെസ്റ്റ് ഉള്ളതാ. നീയോ പഠിക്കില്ല, അവനെ പഠിക്കാൻ സമ്മതിക്കില്ലേ? വലിയൊരു പഠിത്തക്കാരൻ വന്നിരിക്കുന്നു. എനിക്കുണ്ട് നാളെ ക്ലാസ് ടെസ്റ്റ് ഒക്കെ. അമ്മ, സ്കൂളിലുള്ള എല്ലാവരും ട്യൂഷനും കൊണ്ട് ഞാനും പൊക്കോട്ടെ. അവിടെ ഇരിക്കണം മുഴുവൻ മനസ്സിലാവണില്ല. അവരൊക്കെ വലിയ കാശിയാരാ സുബ്രു, നമ്മൾ അങ്ങനെയാണോ? ഇപ്പൊ തന്നെ നമുക്ക് ഫീസ് കൊടുക്കണ്ടെന്നേ ഉള്ളൂ. നിക്കടി, ബാക്കി ചെലവുകളെല്ലാം കൂടി വരിക. ഒന്ന് പോയേ. എടിക്കടി അവിടുന്ന്, അവളുടെ ഒരു കളി. പങ്കു, നീ എന്തായി കാട്ടണേ? ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? ഒരു നേരെ ചെക്കനെ പഠിക്കാൻ സമ്മതിക്കില്ല, അവളോ പഠിക്കയില്ല. നിർത്തടി, പുതിയ സ്കൂളിൽ പോക്കും പഠിത്തമൊക്കെ ഇവളൂടെ കഷ്ടപ്പെട്ടിട്ടാ, അത് മറക്കണ്ട. വനജേട്ടാ, ഞാൻ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞു. സ്കൂളിന്റെ പത്രാസിലൊക്കെ നീയും മയങ്ങിയല്ലേ? അവള് കാട്ടിയത് വനജേട്ടനും കണ്ടതല്ലേ? ചില്ലറ സൗഭാഗ്യങ്ങളൊക്കെ വന്നു തുടങ്ങുമ്പോ നമ്മളെപ്പോലുള്ള മനുഷ്യരെല്ലാം മറക്കും. അമ്പു വാ, നമുക്ക് പോയി കളിക്കാം. ശരി. കണ്ടോ ഇത്ര ഉള്ളവരുടെ വഴക്ക്, വെറുതെ കണക്കൂട്ടൽ തെറ്റിക്കാനായിട്ട്. ഞാനല്ലല്ലോ, വനജേട്ടനല്ലേ.
മണ്ടത്തറയി കാണിക്കുന്നത്. ഇമാതിരി പൊട്ടക്കളി കാണുമ്പോൾ നമ്മുടെ സുബ്രുവിന്റെ വില നമുക്ക് മനസ്സിലാവും. എപ്പോ നോക്കിയാലും ഒരു സുബ്രു സുബ്രു സുബ്രു. എന്നാ പിന്നെ അവനെ വിളിച്ച് കളിക്ക്. ഞാൻ വിളിച്ച ആ സെക്കൻഡിൽ അവിടെ വരും. പിന്നെ പക്ഷെ ഞാൻ വിളിക്കില്ലേ. അതെന്താ വിളിക്കാതെ? അങ്ങനെ അവിടെ കളിക്കണ്ടാ. ഞാൻ വിളിച്ചാവും വരും ചെയ്യും, കളിക്കും ചെയ്യും. എന്നാലും ഞാൻ വിളിക്കും. ഓരോന്നും പറഞ്ഞോണ്ടിരിക്കുന്നു. ഇവിടെ ഇരുന്ന് കളിച്ച് തീരുടെ ചെക്കനല്ലോ വേറെ ലെവലിലെത്തണ്ടോന്നല്ലേ, അതാ വിളിക്കാത്തത്. സുബ്രു, അച്ചാച്ചനൊന്ന് പിടിച്ചോടാ. എന്താ പറ്റിയേ? നമ്മുടെ വണ്ടിയോ? അച്ചാച്ചന് വയ്യാത്തോണ്ട് വണ്ടി റൗണ്ടിലിട്ടേക്കുക. അതും കൊടുത്തടാ, അങ്ങോട്ട് കൊടുത്തേ. സൂക്ഷിച്ച്. ഒരു തഞ്ചത്തിൽ അങ്ങനെ പോവുകയായിരുന്നു. ഇനിയിപ്പോ എന്നെ നിങ്ങൾ നോക്കേണ്ട ഗതികേടാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഞാൻ പോവാന്ന്. അച്ചാച്ചന് വീട്ടിലിരുന്നൂടെ? അച്ചാച്ചൻ ഇപ്പൊ പോയിട്ട് എന്താ വനജേട്ടാ, എന്താ പറ്റിയേ? ഒന്നുമില്ല, അച്ഛനൊരു ചെറിയ വയ്യാഴിക. നീ അങ്ങോട്ട് പതുക്കെ പതുക്കെ. എന്താ? ഏയ് ഒന്നുമില്ലെന്നേ. ആ വനജ, ഒരു കത്തുണ്ട് കേട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? ആ സക്കീറേ. ചേട്ടാ, ആർക്കാ? ഗണപതി ചേട്ടനാണോ? എവിടുന്നാ പറഞ്ഞ ചേട്ടാ? റെയിൽവേന്ന്. എന്നും ഉള്ളതാ. അയ്യോ സക്കീറേ, എന്തോ കുഴപ്പമുണ്ട്. എന്താ എവിടെ? എന്താ പറ്റിയേ? എന്താ പറ്റിയേ? എന്താ അച്ഛന് പറ്റിയേ? എന്താ പറ്റിയേ ചേട്ടാ? ചേട്ടാ കടല 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 കടല. വനചേട്ടാ, കണ്ണൻ എന്താ വണ്ടിയായിട്ട് ഇവിടെ? വനചേട്ടൻ ഇപ്പൊ വണ്ടിയിലല്ലല്ലോ കച്ചവടം നടത്തണേ.
കുറച്ചങ്ങോട്ട് മാറിയിരുന്ന പോരെ? കണ്ണാ, കുറെ കാലമായിട്ട് ഞാനല്ലേ ഇവിടെ വണ്ടി ഇടാറ്. അതെ, ഇനി കുറച്ചു കാലം ഞാനൊന്ന് നടത്തി നോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് അറിയാലോ. കണ്ണാ, എന്താ നീ എന്തേ കാണിക്കണേ? എന്തൊട്ട് ഈ പണി ഞാൻ ചെയ്ത കുഴപ്പമുള്ളേ? കണ്ണാ, എന്നോട് ഇത് ചെയ്യാൻ പാടില്ല. എന്ത് ചെയ്തു? ഇതിന്റെ പുറകിൽ ആരൊക്കെയാന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഓ ആരടാ, ആരാന്ന് പറഞ്ഞ? അതിപ്പോ ഇനി ഞാൻ പറയണോ? ഡാടാ, ഇവനെ മാത്രല്ല ഈ അടക്കം എല്ലാത്തിനും ഇവിടുന്ന് പറപ്പിക്കാനുള്ള പണി എനിക്കറിയാം. എന്നെ കൊണ്ടത് ചെയ്യിക്കല്ലേ. എന്താ പറഞ്ഞ ചേട്ടാ, നിങ്ങളൊന്ന് മാറിക്കാൻ നോക്കിയേ. കണ്ണ, നീ കാണിക്കുന്ന തെമ്മാടിത്തരാട്ടാ. ഗിരി, നീ ഇല്ലടോടാ നിൽക്കണ്ട, പോയിക്കോ അവിടുന്ന്. ഇടപെടൂടാ. ഇത്ര നാളിന് ഇവരുടെ കൂടെ നിന്നിട്ട് ഇപ്പൊ അവർ വീണടക്കുന്ന സമയത്ത് അത് കാണിക്കണം. എനിക്ക് സൗകര്യം ചെയ്യൂടാ. നീ ആരാ ചോദിക്കാൻ? കാണിച്ചിട്ട് പോടാ നീ. വനചേട്ടാ, വനചേട്ടന് കച്ചവടം ചെയ്യാനുള്ള സ്ഥലം ഞാൻ തരാം. സ്ഥലമുള്ള അവർക്ക് അവിടെ വന്നിട്ട് ആരാ തടുക്കണമെന്ന് ഞാൻ ഒന്ന് കാണട്ടെ. വാച്ചാ, നമുക്ക് പോവാ. കടല കടലേ, കടല 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 കടലേ. മോളെ, റൗണ്ട് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകല്ലേട്ടാ. വിറ്റ് കഴിഞ്ഞ് എൻ്റെ അടുത്തേക്ക് തന്നെ വരണേ. ശരി. ആ, വനചേട്ടൻ ഒന്നും വരുന്നില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഒറ്റയ്ക്കല്ലേ? പോയിക്കോ, ഞാൻ അങ്ങോട്ട് പോക്കോളാം. ശരി ശരി. ജാനകിജി, അമ്പുനെ കണ്ടോ? ഇവിടെ വന്ന ഒന്ന് പിടിച്ചിരുത്തണേ. ഏയ് ഒന്നുമില്ല ഒന്നുമില്ല. അമ്പുനെ കണ്ടോ മണിയേട്ടാ? ഇല്ല, വന്നിട്ടില്ല. ശേ, ഇതെവിടെ പോയി അവള്? സണ്ണിയേട്ടാ, നമ്മൾ അമ്പുനെ കണ്ടോ? അവളൂടെ വന്ന് പോയില്ല. ഇതെന്താ കാര്യം? ഏയ് ഒന്നുമില്ല ഒന്നുമില്ല. ശരിക്കും പറ സഫിയ, എന്താ പറ്റിയേ? ഒന്നുമില്ല ചേച്ചി, ഒന്നുമില്ല. ഒന്നുമില്ലാണ്ടാണോ പിന്നെ ആശുപത്രി കൊണ്ടുവരിക്കണേ? പിന്നെ ചെറിയ വല്ലായ്മയിലും ആശുപത്രി പോണ്ടേ, അത്രേ ഉള്ളൂ. എന്താ മനസ്സിന്? ഒന്നുമില്ല താത്ത. അവൻ ഇന്ന് രാവിലെയും കൂടി കണ്ടതാണല്ലോ. മനുഷ്യന്മാരുടെ ഒരു കാര്യേ. അയ്യോ, അപ്പോ താത്ത ഒന്നും മിണ്ടാണ്ടിരിക്കണുണ്ടാ? അതിനിപ്പോ ഞാൻ ഒരു പൊതുകാര്യം പറഞ്ഞതല്ലേ. പൊതുകാര്യം പറയാൻ കണ്ട നേരം. ഒന്നും മിണ്ടാണ്ട് പോയേ. BP വല്ലാതെ കൂടിയിരുന്നു. ഇപ്പൊ എല്ലാം ഓക്കെയാണ്. ഇന്ന് എന്തായാലും വീട്ടിൽ പോവാം. BP ഇങ്ങനെ ചുട്ടുപോവാൻ എന്താ റീസൺ? അത്രയ്ക്ക് ടെൻഷൻ ഉണ്ടോ? ഓ, അങ്ങനെയൊന്നുമില്ല ഡോക്ടർ. എന്ത് ജോലി ചെയ്യണേ? നമ്മുടെ റൗണ്ടിൽ കപ്പലണ്ടി കച്ചവടം. ആഹാ, എന്നിട്ടാണ്? അപ്പൊ ഒരു ടെൻഷനും ഇല്ല. നന്നായി റെസ്റ്റ് എടുക്ക. ഓക്കെ ഓക്കെ. ശരി ശരി ഡോക്ടർ. ഒന്നുമില്ലടാ, അച്ഛനൊരു പ്രശ്നമില്ല കേട്ടോ. ഇന്നലെ എന്താ കഴിച്ചേ? അവിടുന്ന് ഒരു ചിക്കൻ ബിരിയാണി കഴിച്ചു. അതാണ് ഫുഡ് പോയിസൺ ആയത്. ഇനി പുറത്തൊന്നും കഴിക്കണ്ട. വേണ്ടച്ചോ, ഞാൻ വീൽ ചെയർ കൊണ്ടുവരാം. വേണ്ട, പറ്റില്ല വെച്ചാൽ ഞാൻ എടുക്കാലോ. അതിൻ്റെ ഒന്നും ആവശ്യം. ഈ എഴുതുന്ന മരുന്ന് പുറത്തൊന്നും ഈ വാങ്ങിക്കണം. മോഡിഫിക്കേഷൻ സ്പെല്ലിംഗ് തെറ്റല്ലേ? MODELL I അല്ലേ വരിക? ഉണ്ടായിട്ട് നീ എന്ത് പണി കാണിക്കണം? ഡോക്ടർ കേക്കില്ലേ? അതിനിപ്പോ എന്താ? അവളുടെ ഒരു ഇംഗ്ലീഷ്. അതും കൊടുത്താ. നീ വലിയ ഇംഗ്ലീഷുകാരിയാണോ? സോറി ഡോക്ടറെ. എന്നാ അബ്സല്യൂട്ടിന്റെ സ്പെല്ലിംഗ് പറ. ABSOLUTE absolute. ഹൈബിസ്കസ്. HIBISCUS hibiscus. ടെൻഡൻസി. TENDENCY tendency. Enormous. ENORMOUS enormous. Lullaby. LULLABY lullaby. Buffet. BUFFET buffet. Admiral. ADMIRAL admiral. Recipe. RECIPE recipe. Jovial. JOVIAL
CIAL. ചോവ്യൻ. Excellent. Unbelievable. You're really talented, my little girl. ഇങ്ങ് വാ. ഞാൻ എന്താ മോളെ ഒന്ന് വിളിക്കുക? ആഹാ, നല്ല ക്യൂട്ട് പേരാണല്ലോ. അപ്പോൾ ഈ അമ്പുക്കുട്ടിയെ ഞാനൊന്ന് ട്രെയിൻ ചെയ്ത് നോക്കിയോട്ടെ. അതെ, ബ്രയാൻ ഒരു സ്പെല്ലിംഗ് ബി ട്രെയിനറാണ്. ഈ ഇംഗ്ലീഷ് വാക്കുകളുടെ സ്പെല്ലിംഗ് തെറ്റാതെ പറയുന്ന ഒരു മത്സരമുണ്ട്. ആ മത്സരങ്ങൾക്ക് വേണ്ടി കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട് ബ്രയാൻ. അല്ല, മോൾക്ക് ഇഷ്ടമാണോ? അത് പിന്നെ ഞാൻ അത് വേണ്ട ഡോക്ടർ, ഒരു മത്സരത്തിന് ഞങ്ങളില്ല സാർ. ഇവന്റെ ചെസ് കളിയാണ് എന്നെ ഡോക്ടറുടെ മുമ്പിൽ കൊണ്ടെത്തിച്ച്. ഞങ്ങൾ പാവങ്ങളാണ് സാറേ, മത്സരിച്ച് ജയിക്കാനുള്ള കഴിവൊന്നുമില്ല. ഇനി ഞങ്ങളുടെ മക്കളെ വെച്ച് ഒരു പരീക്ഷണത്തിനും എനിക്ക് ധൈര്യമില്ല. ഒന്നും വിചാരിക്കരുത്, പഞ്ചേട്ട സങ്കടം കൊണ്ട് പറയണതാ. ഞങ്ങൾക്ക് മനസ്സിലാവും. ഇവളെന്നാലും ഈ ഡിക്ഷണറി എങ്ങനെയാ ബൈഹാർട്ടാക്കി? പല കച്ചവടങ്ങളും ചെയ്തിട്ടുണ്ട് സാർ. കളിപ്പാട്ട കച്ചവടം, പുസ്തക കച്ചവടം. ഈ പുസ്തകം എന്ന് പറഞ്ഞാൽ കഥപുസ്തകം, ഗൈഡ്, ഡിക്ഷണറി, അങ്ങനെ ചിലതൊക്കെ നമ്മുടെ ഈ ഫുട്പാത്തിലൊക്കെ കണ്ടിട്ടില്ലേ, അത് തന്നെ. ആ സമയത്താണ് ഇവള് അമ്പുനെ പ്രസവിക്കുന്നത്. അതോടെ ഇവക്ക് വയ്യാണ്ടായി. പിന്നീട് അങ്ങോട്ട് ആശുപത്രിയും ദുരിതങ്ങളും ഒന്നും പറയണ്ട. അസുഖവും മരുന്നുകളും ഒക്കെ മനസ്സിലാക്കാൻ ചിലപ്പോഴൊക്കെ ഞാൻ ഡിക്ഷണറി മറിച്ച് നോക്കാറുണ്ട്. ഞാൻ മറിച്ച് നോക്കുമ്പോഴൊക്കെ ഇവളെൻ്റെ മടിയിലുണ്ടാവും. അത് കണ്ടിട്ടും കേട്ടിട്ടും ആവണം, വലുതാവും തോറും ഡിക്ഷണറിയോടുള്ള കമ്പവും കൂടി വന്നു. അല്ലേടി? പ്ലീസ്, ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ്, നോ എന്ന് പറയരുത്. ഇത്ര മിടുക്കിയായിട്ടുള്ള ഇവളെ ഞാൻ 1-2 മത്സരങ്ങളിലെങ്കിലും ഒന്ന് പങ്കെടുപ്പിച്ചോട്ടെ, പ്ലീസ്. എങ്ങനെയുണ്ട് സാറേ മോള്? മിടുക്കിയല്ലേ? പറയാറില്ല ഒന്നും. കോയിൻസിഡൻ്റലി നമ്മൾ അമ്പുവിനെ പങ്കെടുപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ആദ്യത്തെ മത്സരം നടക്കുന്നത് ഇദ്ദേഹം പഠിക്കുന്ന ഇംപീരിയൽ ഇൻ്റർനാഷണൽ സ്കൂളിലാണ്. അത് വേണോ പറയാൻ സാർ? ഇറ്റ്സ് ജസ്റ്റ് എ ഗെയിം. പങ്കെടുക്കട്ടെ, നല്ല കാലിബറുള്ള കുട്ടിയല്ലേ. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് അമ്പുവിൻ്റെ സ്കൂളിൽ കൊണ്ടുപോയി ഹെഡ് മാഷിനെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് വാങ്ങിക്കണം. എന്നാലും ടീച്ചർക്ക് ഈ കുട്ടിയുടെ കഴിവ് തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ. അത് തിരിച്ചറിഞ്ഞോണ്ടല്ലേ മാഷക്ക് ആ കുട്ടി ഒരു ദിവസം മുഴുവൻ പുറത്ത് നിർത്തേണ്ടി വന്നേ. ഹലോ, അന്ന് പറഞ്ഞ സ്ഥലമൊക്കെ കയ്യിൽ നിന്ന് പോയിടാ ജോയിയെ. ഇനി ആ ശോഭ സീറ്റിൻ്റെ അടുത്തൊരു 50 സെൻറ്റ് കേൾക്കുന്നുണ്ട്, കരഭൂമി. അത് ഞാനേ പിന്നെ വിളിക്കാം കേട്ടോ, അത് മെസ്സേജ് ചെയ്യാം. ബെസ്റ്റ് വിഷസ്. GENERATION ജനറേഷൻ. സിമ്പതി. SYMPATHY സിമ്പതി. ഇവളിങ്ങനെയൊക്കെ ചെയ്താൽ Hi, my name is Ambali Vanjan. I am studying in 5th standard. Hi everyone, I am Mejo Johnson. I am in grade 6. I'm Avanika Daf. I'm studying in standard 7. I am Helen Surya. I am studying in 7th standard. I'm Nikhil Sajeevan. I'm in 7th standard. I'm Srinath. I'm studying in 7th standard. My name is Edwin Devasya. I'm studying in standard 7. My name is Nicole Anderson. I'm studying in 6th standard. My name is Nijegos Jaimon of class 6. My name is Anju Philip, studying in class 7. Let's start the first round. Hi, Ambali Vanjan. Hi, madam. Are you ready? Yes. Your word is vacuum. 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 You're right. Thank you.